ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ പല്ല് തേപ്പ് കഴിഞ്ഞു. അതാ ചായക്ക് വെള്ളം വെക്കുകയാണ്. ഇന്ന് കുറച്ച് കൂടുതൽ പാലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഫുള്ളായി ഒന്നും എടുക്കില്ല. ഞങ്ങൾ രാവിലെ കുറച്ച് പേര് മാത്രമേ ചായ കുടിക്കുകയുള്ളൂ. അത് പാല് മാറ്റിയ ശേഷം എന്താ രണ്ടാൾക്ക് മാത്രമുള്ള ചായ വെച്ചു. ചായപ്പൊടിയൊക്കെ ഇട്ടു. ഇതാ ചായ റെഡിയായി. ഇനി ചായ എടുത്ത് അരിച്ചൊഴിക്കണം. ഇക്കാക്ക് പോകാൻ ടൈമായതുകൊണ്ട് വേഗം ചായ വെക്കണം. ഇക്ക രാവിലെ പണിക്ക് പോകും, അതുകൊണ്ട് രാവിലെ ചായ കുടിച്ചിട്ട് പോവാള്. അങ്ങനെ ചായ രണ്ട് വട്ടം ഒന്ന് ആട്ടി വേഗം കൊടുത്തു. ഞാൻ ഷേസുപ്പാക്ക് ഇതാ കൂളൊക്കെ ഇനി ഉണ്ടാക്കണം. ഷേസുപ്പൻ ഇവിടെ 6 ഇവിടെ ഒരാൾ മാത്രമല്ല ഇവിടെ കൂള് കഴിക്കും, 2 ആൾ കഴിക്കും. ചെറിയവനിക്ക് കൊടുക്കണണ്ട, വലിയവൾക്കും എന്തായാലും കൂള് വേണം. അങ്ങനെയാണ് ഇവിടെ. അങ്ങനെ 2 പേര് കൂടെ കൂള് റെഡിയാക്കണം. അങ്ങനെ കട്ടിയില്ലാതെ ഉടച്ചെടുക്കണം, നല്ല പാല് വെള്ളം പോലെ ആക്കണം. അങ്ങനെ എടുത്ത് വെച്ച ശേഷം അടുപ്പിൽ കയറ്റണം. അങ്ങനെ ഇതാ കുറുക്കി എടുത്ത് കൂളൊക്കെ ഇനി അത് ആറാൻ വെക്കണം അവിടെ. അപ്പോൾ ഇതാ ഷേസുപ്പ് എണിച്ച് വന്നു. ഷേസുപ്പ് രാവിലെ അടിച്ചപ്പോൾ നല്ല നോക്കിയത്, അയ്യോ വെളുത്തുന്നു. അങ്ങനെ ഉമ്മ ചേമ്പും കിഴങ്ങ് കൊണ്ടുവന്നു. കിഴങ്ങ് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി വെക്കാനും നല്ല തണുപ്പാണ്, അങ്ങോട്ട് ഷൊട്ടറൊക്കെ ഇട്ട് ഇരിക്കണം കേട്ടോ. അങ്ങനെ ചേമ്പും കിഴങ്ങ് തൊലി കഴിക്കുമ്പോൾ ചെഞ്ചു എന്തുമ്മ ചോദിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞാൻ മുട്ടൻ തൂക്കാൻ പഠിച്ച് വെളിയിൽ ഇറങ്ങി. അതിന് മുട്ടൻ തൂക്കി എടുത്തു. മുട്ടൻ തൂക്കി കഴിഞ്ഞാൽ ഒരു ഇതുണ്ട് കേട്ടോ, നല്ല തണുപ്പായതുകൊണ്ട് നല്ല മേന്മയും കൂട്ടിയെടുക്കണം. അങ്ങനെ മുട്ടൻ തൂക്കി കൂട്ടി വയ്ക്കുമ്പോഴാണ് ചെഞ്ചു ന്യൂഡിൽസ് വേണം പറഞ്ഞത്. അങ്ങനെ ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി വേഗം വന്നു. കാരണം ചുടുവെള്ളത്തിൽ ന്യൂഡിൽസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. അവൾക്ക് അങ്ങനെ മസാല കൂട്ടുകളൊന്നും ആവശ്യമില്ല, ഒരു തട്ടിക്കൂടി ന്യൂഡിൽസ് ആയാലും അവൾ കഴിക്കും. എനിക്ക് അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. വേഗം കുറച്ച് ഓയിൽ ഒഴിച്ച് ഉപ്പിട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ മൂടി വെച്ചു. അതുകൊണ്ട് പ്രശ്നമില്ല. അവൾക്ക് അങ്ങനെ തക്കാളി ഉള്ളി അങ്ങനത്തെ ഉള്ള ആവശ്യമൊന്നും ഇല്ല കേട്ടോ. കുറച്ച് മസാലക്കൂടി നിൽക്കണം, ഈ മസാലപ്പൊടി അത്ര തന്നെ, അതിൻ്റെ നല്ല ടേസ്റ്റാണ് അവൾക്ക്. അങ്ങനെ അവൾക്ക് വേഗം ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം ഞാൻ കുളിപ്പിച്ച് വിടണം, അംഗനവാടി കൊണ്ടുവിടണം എന്നൊക്കെ. അങ്ങനെ അവൾക്ക് റെഡിയാക്കി. അവൾ കുറച്ച് കഴിക്കുള്ളൂ, അതുകൊണ്ട് പിന്നെ അത്ര ഒന്നും ആവശ്യമില്ല. അവൾക്കൊണ്ട് കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് ഉമ്മ പറയും. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ചോറെടുത്തു. തക്കാളി ചോറാണ് കേട്ടോ ഇന്നൊക്കെ. അങ്ങനെ തക്കാളി ചോറെടുത്ത് എനിക്ക് തക്കാളി ചോറ് നല്ല ഇഷ്ടമാണ്. അതിനോട് അച്ചാർ ഇട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അച്ചാറും ഇട്ട് നാരങ്ങ അച്ചാറാണ് കേട്ടോ. നാരങ്ങ അച്ചാർ. അപ്പം ശരി, ബൈ ഗായ്.